ഇന്നലെ അയല വാങ്ങിച്ച് അതിൻ്റെ മുരിങ്ങയ്ക്കും അയല വാങ്ങിച്ച് വൃത്തിയാക്കി വെച്ചിരുന്നു. പിന്നെ അതിലോട്ട് മുരിങ്ങയ്ക്കയും 4 പച്ചമുളകും 2 തക്കാളിയും തേങ്ങയൊക്കെ വറുത്താണ് വയ്ക്കണം. കുരുമുളകും തേങ്ങ മുളക് മല്ലിപ്പൊടി എല്ലാം ഇട്ട് നല്ലവണ്ണം വറുത്താണ് അതിലോട്ട് പുളിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചിട്ട് അതിനൊന്ന് കലക്കാൻ പോകും. കലക്കിയതിന് ശേഷം മീനിടാം. ഉള്ളിയും കൂടെ ഇട്ട് അരയ്ക്കണം. കുറച്ച് കരിയേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളിയും ഇട്ട് നല്ലവണ്ണം അരച്ച് ഇതിലോട്ട് കലക്കി വെച്ചിട്ട് ഞാൻ അതിൽ കുറച്ച് ഉലുവ കൂടെ ഇടും. ഉലുവപ്പൊടി കൂടി ഇടും. ഈ എരിവരാണെങ്കിലും ഉദ്ദേശാല ഉലുവപ്പൊടി ഇടും, എന്നാലേ മണം കാണും. കുറച്ച് എന്നിട്ട് അതിലോട്ടിനി നല്ലവണ്ണം കലക്കി ഇതിലോട്ട് മീൻ വറുക്കുക. എത്ര വൃത്തിയാക്കിയാലും എവിടെയെങ്കിലും ഒരു പ്രശ്നം ഇങ്ങനെ വറക്കുന്നു. പിന്നെ ഇത് മുറിക്കാനൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് മുഴുവനെ ഇട്ടു. മുറിച്ചാൽ ഇതെല്ലാം പോവും, തുങ്ങിപ്പോവും. മുറിക്കാതെ അങ്ങോട്ട് നല്ലവണ്ണം തിളക്കിട്ടു. നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പുണ്ടാകുന്നപ്പോൾ നോക്കാം. വെള്ളം ഒഴിക്കാൻ തീയരി വയ്ക്കാം. ഉള്ളി മുരിങ്ങയ്ക്ക് വെണ്ടയ്ക്കയും കൂടെ ഇട്ട് തീയരി വയ്ക്കാൻ വേണ്ടി തേങ്ങ മല്ലി മുളക് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുക്കണം. വെള്ളം ഒഴിക്കാതെ തേങ്ങ നല്ലവണ്ണം വറുത്ത് കണ്ട എണ്ണ ഒന്നും വേണ്ട. ഇങ്ങനെ തീ വെച്ചാലേ കൊള്ളാം, വെള്ളം ഒഴിക്കാൻ പാടില്ല. മുരിങ്ങയ്ക്ക് പയറും ഉള്ളിയെല്ലാം വെന്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ പുളി തുള്ളി വയ്ക്കും. മീൻ റെഡി ആയിട്ടുണ്ട്.